ആമ്പൊക്കെ ഇരിക്കുന്നുണ്ടോ? നമ്മൾ എടുക്കാൻ പോകുന്നുണ്ടോ സ്പീക്കറെ? ഫുള്ള് ടി വികളാട്ടോ, ടി വി. നമുക്ക് വെള്ളം കയറി അങ്ങ് ഓടിക്കാം. യൂട്യൂബ് അടിക്കുന്ന സാധനം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഏത് ചാർജിങ് നോക്കി നമ്മൾ എടുക്കുള്ളേ. അപ്പം നമുക്ക് ആദ്യം കുറച്ച് ടോയ് കാറിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. കയറി വിളിക്കുന്ന ടോയ് കാർ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നേക്കാം. നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം കേട്ടോ. അപ്പം എടുക്കുന്ന കാണുക. ഇതാണ് നമ്മൾ ടോയ് കാറൊക്കെ ഇട്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഹോൾസെയിൽ റേറ്റിന് നമുക്ക് വരുന്ന ടോയ് കാറെ ഇതുണ്ടോ, പായക്കിടക്കെല്ലാം വെച്ചേക്കുക. ഇതുണ്ടോ, ഈ ടോയ് കാറും സൈക്കിൾ അങ്ങനെ സാധനങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇലക്ട്രിക് സ്കൂട്ടറുകളല്ല. അത് നല്ല റേറ്റ് കുറവിന് സാധനം നമുക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടണ്ടേ. ഈ ഡൽഹിയിൽ നിന്നാണ് സാധനം പോകുന്നത്. നമുക്ക് സാധനം എടുക്കാനുണ്ടോ, കാണാം. ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാം, നമുക്ക് എടുക്കാം. ഇതൊക്കെ ഉണ്ടോ, നല്ല റേറ്റ് വ്യത്യാസം നമുക്കിട്ട് കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാം. ഇതൊക്കെ നല്ല കൂടി സാധനം കേട്ടോ. ഇവിടെ ഒരു 10,000 രൂപയുടെ സാധനം നാട്ടിൽ വരുന്നത് ഒരു 15,000 20,000 രൂപയാവും. ഈ കാർ നമ്മൾ അൺബോക്സ് ചെയ്തെടുക്കും കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ടയറിൻ്റെ ഒക്കെ വലിപ്പം കണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന റേറ്റ് എത്രയാണെന്ന് നോക്കിയാൽ മതി. ഇതുണ്ടോ, ഇതാണ്ട, ഇത് BMW ആണേ. ഇത് അടുത്ത സാധനം എടുത്ത് നമ്മൾ അടുത്ത അൺബോക്സ് ചെയ്യും കേട്ടോ. അടുത്ത സാധനം ഇതെല്ലാം നാട്ടിലൊക്കെ കൊടുക്കാനുള്ള സാധനം കേട്ടോ. കണ്ടോ, ഇതെല്ലാം ഓർഡർ കൊണ്ട് നമ്മൾ എടുക്കുന്ന ഡൽഹിയിൽ നിന്ന്. നമ്മുടെ ഉപയോഗിച്ച് തന്നെ എല്ലാം അൺബോക്സ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുള്ളൂ കേട്ടോ. നമ്മളതിൻ്റെ മോട്ടറും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ സംഭവം അസംബിൾ ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോൾ എടുക്കണം, അത്രേ ഉള്ളൂ. ഇത് കണ്ടോ, താറ്. അതിൻ്റെയൊക്കെ ഒരു ടയറിൻ്റെ വലിപ്പം കണ്ടോ. എൻ്റെ കൈ വെച്ചങ്ങ് കമ്പയർ ചെയ്ത് നോക്കിയാൽ കണ്ടോ. ഇതുണ്ടോ, ആളൊക്കെ നമുക്ക് ഒരാൾക്ക് ഫുള്ള് കയറി എന്നാലും ഒന്നും പറ്റത്തില്ലാത്ത നമുക്ക് വെള്ളം കയറി ഓടിക്കുക, അത്രേ ഉള്ളൂ സാധനം. ഇതുണ്ടോ, ഇത് താറ് നോക്കി ഉണ്ടോ. നമുക്ക് വെള്ളം കയറി അങ്ങ് ഓടിക്കുക സാധനം, അത്രേ ഉള്ളൂ. നമ്മളിവിടെ പുതിയൊരു വ്ളോഗറെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെല്ലാം കൂടി തന്നെ എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. എല്ലാം ഇതുണ്ടോ, പാഴ്സലെല്ലാം വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ഹോൾസെയിൽ റേറ്റ് നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഈ ടോയ് കാർ എടുത്തു കൊടുക്കുന്ന സ്ഥലം കേട്ടോ. ഇതാണ് എൻ്റെ ഓണർ. ടയറിന്റെ വലിപ്പം കണ്ടോ, എന്റെ കൈപ്പത്തി വെച്ച് നോക്കിയാൽ നിങ്ങൾ കണ്ടോ. ഇതുണ്ടോ, ഇതാണ് ഇതവനോ നോക്കിയ സാധനം കണ്ടോ. ഇതാണ് എന്റെ സാധനം. നമുക്ക് വേണം കയറിയിരുന്ന് ഓഫ് റോഡ് വെള്ളം ഓടിക്കാൻ സാധനം. അതിന്റെ കൈ വെച്ച് നോക്കിയതേ. എന്റെ കൈ വെച്ച് എന്റെ വീതി കണ്ടോ. അല്ലാതെ പിന്നെ ചെറിയ ചെറിയ ടോയ് കാറുണ്ട്, അതും നമുക്കിവിടെ ഉണ്ട് കേട്ടോ. അതിൽ നിസ്സാര പ്രൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല പ്രൈസ് കുറയും. ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലോട്ട് സാധനങ്ങൾ പോകുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലോട്ട് സാധനം പോകുന്നു. ഇത് ഹോൾസെയിൽ കിടക്കാറ്. ഇപ്പം എൻ്റെ പുറകെ കണ്ടോ, മൊത്തം കടക്കാരാട്ടോ. അതുകൊണ്ടോ പുറകെ മൊത്തം കടക്കാർ. ഇവിടുന്ന് സാധനം എടുത്ത് ഇതിൻ്റെ ഡെലിവറി ചാർജും എല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ ടാക്സും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവരുടെ കമ്മീഷൻ എടുത്തിട്ട് നാട്ടിൽ കൊണ്ടുവന്ന് ഇവിടുന്ന് എടുക്കുന്ന ഒരു 5,000 രൂപ സാധനം നാട്ടിൽ എന്തായാലും ഒരു 8,000 മേളിലാണ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ ആ താറൊക്കെ കിട്ടുന്ന പറഞ്ഞാൽ എന്തായാലും ഒരു 10 + 11 റേറ്റ് ആവും. നമ്മൾ ഏറ്റവും അവസാനം നമ്മളൊരു സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് റോൾസ് റോയ്സിൻ്റെ. ഇതിനകത്ത് നമുക്ക് വരെ ഏകദേശം ഒരു 60 കിലോ വരെ താങ്ങുന്ന സാധനം കേട്ടോ. ഇതിനകത്ത് എല്ലാ ഐറ്റം വരുന്നുണ്ട്. മോട്ടർ 8 ഇതിൻ്റെ സംഭവം ഓണായി കാണിക്കും. ബാറ്ററി ഇതിൻ്റെ സംഭവങ്ങൾ എല്ലാം വരും. 6 മോട്ടർ കേട്ടോ. ഇനി 6 മോട്ടർ. ഈ സാധനം കണ്ടോ, ഇതിനകത്ത് നമുക്ക് പെൻഡ്രൈവ് കുത്താം, ഓക്സ് കുത്താം, എല്ലാ സാധനം ചെയ്യാം കേട്ടോ. നമ്മൾ അസംബിൾ ചെയ്യുന്ന സാധനം കാണിക്കും കേട്ടോ. ब्रेक क्या होता है, जो एक्सीलरेटर मोड़ने के टाइम में ऑफ हो जाता है. ये ना एक्सीलरेटर दबाओगे चलेगा थोड़ा का तो. हाँ, और ये चार्जर होता है इसका. ओके, मैंने चार्ज കേട്ടോ. ये बिल कैप है, पहिए पे लगेगा. ये बिल कैप ഉണ്ട്, വരുന്നുണ്ട്. ചാർജർ, പിന്നെ അതിന്റെ മോട്ടർ, चार्जिंग पॉइंट है. चार्जिंग पॉइंट यहां पे लगेगा ऐसे. ओके, इसे पे लगा के चार्ज करना है. सीट लग जाएगा. ओके, അപ്പൊ നമ്മള് എടുത്തു കൊടുത്തപ്പോ റോൾസ് റോയ്സ് 8,500 രൂപയാണ്. നാട്ടിൽ എന്തായാലും കുറഞ്ഞ ഒരു 10, 12, 15,000 രൂപ എന്തായാലും വരും കേട്ടോ. പുറയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പെൺകുട്ടികളൊക്കെ ഉള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനം വെസ്പയുടെ സ്കൂട്ടറൊക്കെ ഉണ്ടോ, അതെല്ലാം ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ വലിയ ഇതാണ് സംഭവം. അല്ല, അപ്പൊ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നല്ല റേറ്റ് വ്യത്യാസമില്ലേ. ഇത് കാറൊക്കെ നമുക്കൊരു 4,000, 4,500 രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ടോ. നല്ല സാധനം. 4x4 തന്നെ. പിന്നെ അതിന് കുറഞ്ഞ 2 മോട്ടർ ആണെങ്കിൽ അതിലും കുറവാണ്. നമ്മൾ സ്പീക്കറും കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ലാജ്പത്റായി മാർക്കറ്റ് പോകണം. നല്ല തിരക്കാണ്. നമുക്ക് അകത്ത് കയറിയിട്ട് കാണാട്ടോ, സാധനങ്ങളൊക്കെ കാണാട്ടോ. ഭയങ്കര തിരക്ക്, ഭയങ്കര ശബ്ദം. സ്പീക്കറിന്റെ ഒക്കെ നേരെ കാണാം. വീട്ടിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം പറയാം. ഇന്ന് ശനിയാഴ്ച ആയിട്ടുള്ള തിരക്കായിട്ട് കാണുന്നത്. ശനിയാഴ്ചയാണ് ഇന്ന്. അതിന്റെ തിരക്കാണ്. നമുക്ക് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഗെയിമിംഗ് കൺസോളും ഒക്കെ എടുക്കാറുണ്ട്. അതെല്ലാം നമുക്ക് വീഡിയോയ്ക്ക് അത് കാണാം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. വീട് പണിനേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ, വയറിങ്ങിന് സാധനം ഹോൾസെയിൽ കൊടുക്കുന്ന കേട്ടോ. ഇവിടെ ഇത് വയറിങ്ങിന് സാധനം ഹോൾസെയിൽ സാധനം, എല്ലാ സാധനങ്ങളും കേട്ടോ. വീട് പണിയുന്നവരൊക്കെ ഇവിടെ നിന്ന് സാധനം എടുത്തു കഴിഞ്ഞാൽ നല്ല ലാഭത്തിൽ സാധനം കിട്ടും. അങ്ങോട്ടല്ല അതിൻ്റെയാണേ. നമുക്ക് ഈ സ്പീക്കർ നോക്കി അകത്തോട്ട് പോകാം. അങ്ങോട്ടാണ് സ്പീക്കർ നോക്കുന്നത്. നമ്മൾ നേരെ സ്പീക്കറിൻ്റെ സ്ഥലത്തോട്ടൊക്കെ വന്നിട്ടുണ്ട്.
ഇവിടെ എല്ലാം ടി വികൾ വയ്ക്കുന്നത് കേട്ടോ. അങ്ങോട്ടെല്ലാം ടി വികൾ ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്നുണ്ടോ. എല്ലാം ഹോൾസെയിൽ റേറ്റ് കിടക്കുന്ന ടി വികളും മോണിറ്ററും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടുത്തെ എല്ലാം സ്പീക്കറിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്കെല്ലാം നടന്ന് കാണാവേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണും കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു ഗാനമേള ട്രൂപ്പ് തുടങ്ങാനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. നോക്കിയേ, ഇത്ര വലിയ സാധനമൊക്കെ. നമുക്കൊരു മ്യൂസിക് ബാൻഡ് തുടങ്ങാനുള്ള സാധനങ്ങൾ വരെ ഉണ്ട് കേട്ടോ. അയ്യോ ഉണ്ടോ, ഇതൊക്കെ സാധനം കണ്ടോ. അയ്യോ ഹെവി സാധനങ്ങൾ, ആമ്പൊക്കെ ഇരിക്കുന്നുണ്ടോ. കണ്ടോ എക്സാറ്റ് സ്പീക്കർ മാർക്കറ്റ് നമ്മൾ എടുക്കാൻ പോകുന്നുണ്ടോ സ്പീക്കറെ. ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ, സ്പീക്കർ ഇരിക്കുന്നുണ്ടോ നോക്കി, അങ്ങോട്ടിരിക്കുന്നുണ്ടോ. ഒരെണ്ണത്തിന്റെ വലിപ്പമൊക്കെ നിങ്ങൾ നോക്കി കണ്ടോ. വലിപ്പം കണ്ടോ ഇതിൻ്റെയൊക്കെ. ഇതെല്ലാം ഇവിടെ ഹോൾസെയിൽ റേറ്റ് കിട്ടും കേട്ടോ. നോക്കി ഉണ്ടോ. ഇതൊക്കെ ഒന്ന് ഓണായി കഴിഞ്ഞാൽ വീടൊക്കെ ഇറന്ന് കുലുങ്ങും. പിന്നെ ചെറിയ ചെറിയ സ്പീക്കർ വേണമെങ്കിൽ ചെറിയ ചെറിയ സ്പീക്കേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലേ, ചെറിയത് വേണമെങ്കിൽ പാർട്ടി ബോക്സ് വേണമെങ്കിൽ ചെറുതും കിട്ടും. ഈ സാധനം കണ്ടോ, ഇതിനൊക്കെ ഹോൾസെയിൽ ടി വി കേട്ടോ. ഇരിക്കുന്ന ഫുള്ള് ടി വികളാട്ടോ. ടി വികൾ ഫുള്ള് നോക്കി, എത്ര ഇഞ്ചിൻ്റെ വേണം, എത്ര സെൻറ്റിമീറ്റർ വേണമെന്ന് പറഞ്ഞാൽ ഫുൾ ടി വികൾ. നീ ഇവിടെ എത്ര സ്പീക്കറുകളാണ് വരുന്നത് കേട്ടോ. ഇതിനൊക്കെ 5000-6000 രൂപയൊക്കെ വരുന്നുള്ളൂ ഒരാൾ പൊക്കമുള്ള സ്പീക്കറിനൊക്കെ. ഇങ്ങോട്ട് നോക്കണ്ടോ, കണ്ടോ സ്പീക്കർ കടകൾ കണ്ടോ. നോക്കി നിങ്ങൾ സ്പീക്കർ കടകൾ. നമ്മൾ മുമ്പേ ഒരു കാണിച്ച സ്പീക്കറിന് എൻ്റെ വീട്ടിലേക്ക് ജംഗോ വേണേ. അപ്പോൾ ജംഗോയുടെ സാധനം ഏകദേശം 2.5 വർഷമായി. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നാട്ടോ. ഇത് കണ്ടോ, ടവർ സ്പീക്കർ ഇരിക്കുന്നുണ്ട് മൊത്തം എടുക്കുന്നത്. 5000 രൂപ 6000 രൂപയുടെ സാധനം ഈ ഫുള്ളിരിക്കുന്നത്. എനിക്ക് 6 അടിയാണ് പൊക്കം. എൻ്റെ നെഞ്ചിൻ്റെ എത്രയും പൊക്കം ഏകദേശം ഉണ്ട് സാധനം. ഇത് കണ്ടോ, നമുക്ക് 2-3 എടുക്കാണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ 10,000-3000 രൂപയുടെ 2500 രൂപയുടെയൊക്കെ സാധനം കേട്ടോ. ഇതിൻ്റെ ഈ സാധനം എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. സബിൻ്റെ വലിപ്പം കണ്ടോ, ഉണ്ടോ, ഇഷ്ടം പോലെ സാധനം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പീക്കറൊക്കെ എടുത്തുകൊണ്ടിരിക്കട്ടെ. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് വരുന്നത്. ഇത്ര സബിൻ്റെ സാധനം വേണം. നമ്മളിവിടെ ഒന്ന് ലൈവ് കോൾ ചെയ്ത് ഇവിടെ വന്നിട്ട് എനിക്ക് വട്ടുപിടിക്കുകയാണ് ഈ ശബ്ദം കേട്ടട്ടെ. അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. സ്പീക്കറൊക്കെ ഇവിടുന്ന് കിട്ടുന്നതിലും വിലക്കുറച്ച് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് വേറെ എവിടെയും കിട്ടില്ല. എനിക്ക് ഇവിടുന്ന് വെയിൽ കാരണം മോൻ കാണത്തില്ല കേട്ടോ. ഇന്ത്യയിൽ നിന്ന് എവിടുന്നേലും ഇതിലും കുറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല, ഉറപ്പാണ്. സ്പീക്കർ എടുക്കാൻ വന്നാൽ നമുക്ക് തന്നെ എന്താ പറയുന്നത്, ഇവിടെ വന്നാൽ തല പുകയുന്ന സീനാണ്. കാരണം ഈ ശബ്ദം എല്ലാം കേട്ട് കസ്റ്റമർക്ക് സൗണ്ട് കൂട്ടി വെച്ച് കേൾക്കണം, എന്താ പറയുന്നത് ബാസ് കേൾക്കണം. അങ്ങനെ അതിൻ്റെ അടുത്ത് നമ്മൾ ഇതിനകത്തുണ്ടോ, ഞാൻ നമ്മൾ 2-3 എടുത്തിട്ടുണ്ട്. ശബ്ദം കേട്ടിട്ട് നമ്മുടെ ചെവി ചെകിടിച്ചെന്ന് പറയത്തില്ല, ആ ഒരു അവസ്ഥയിൽ ഇപ്പം നിൽക്കുന്നത്. ഇതുണ്ടോ ഈ ജംഗോ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലിരിക്കുന്ന ഈ സാധനം തന്നെയാണ്. എൻ്റെ ഈ ചേട്ടാക്ക് വേണ്ടി മേടിക്കാവുന്നതൊക്കെ ജംഗോയുടെ സെയിം സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട് സാധനം. ഇതുണ്ടോ, നമ്പർ ഉണ്ടെങ്കിൽ നേരിട്ട് വേണേൽ കോൺടാക്ട് ചെയ്തിട്ട് വരാം. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ സാധനം എടുത്ത് തരും. ഇതിനോട് നമുക്ക് മൈക്കും ഫ്രീ ഇട്ടിട്ടുണ്ട് കേട്ടോ. മൈക്കും ഫ്രീ ഇട്ടിട്ടുണ്ട് സാധനം എടുത്തതിന്. ഒരു 3-4 സ്പീക്കർ നമ്മൾ എടുത്തുണ്ട്. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. അടുത്ത സാധനം നമ്മളതേ എൻ്റെ പുതിയ പീസ്, ന്യൂ പീസ് ഇതിനെടുത്തുണ്ട് കേട്ടോ. നമുക്ക് പോവാം. ആമ്പൊക്കെ ഇരിക്കുന്നുണ്ടോ. എല്ലാത്തിൻ്റെ ആമ്പും കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ഇതെല്ലാം കുറച്ചുകൂടി പിന്നെ പാർട്ടി മോഡൽ സ്ഥലങ്ങളാട്ടോ. അതൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളാണ്. അതുണ്ടോ ആമ്പൊക്കെ ഇരിക്കുന്നുണ്ടോ. കുറച്ച് വലിയ സ്പീക്കറുകളൊക്കെ ഇങ്ങോട്ട് വരും കേട്ടോ വരുന്നത്. ഇതുണ്ടോ JBLൻ്റെ വേറെ സാധനമാണ് ഇരിക്കുന്നത് കേട്ടോ. വണ്ടിയിലൊക്കെ വെക്കുന്നത് ഉണ്ടോ. നമ്മളിതൊക്കെ വന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ നമുക്ക് ഈ സാധനം എടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന കേട്ടോ. തോക്കിരിപ്പുണ്ട് കേട്ടോ. തോക്ക് എയർഗണ്ണൊക്കെ വെച്ചേക്കുന്നുണ്ട്. എയർഗണ്ണൊക്കെ പിന്നെ പൊന്നോ ഇതേ എടുത്തുകൊണ്ട് പോകുന്നു സാധനങ്ങൾ. എൻ്റെ നോക്കി നടക്കണം. ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ. ഇതൊക്കെ സ്പീക്കറൊക്കെ എൻ്റെ സർവീസ് ചെയ്ത സ്ഥലങ്ങളാട്ടോ. ഇവിടെ തന്നെ ഉണ്ട് സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അപ്പം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട് ഇവർ തന്നെ സർവീസ് ചെയ്ത് തരും. അപ്പം പിന്നെ ഇയർബഡ്സ് ഒക്കെ സർവീസ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ഇയർബഡ്സ് ഒക്കെ ഇവിടെ സർവീസ് ചെയ്യും. കുറേ ആൾക്കാർ PlayStation കൺട്രോളർ വെച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ. ജെനുവിൻ സാധനം ഉണ്ടോ, ജെനുവിൻ സാധനം PlayStation കൺട്രോളർ. ഇതുണ്ടോ ഒരു 3000 രൂപയുടെ ഒരു ഗെയിമിംഗ് കൺസോളും ഉണ്ടോ. TV യെ കുത്തി കളിക്കുന്ന സാധനം കേട്ടോ. 3 രൂപ കുറച്ചുകൂടെയൊക്കെ അഡ്ജസ്റ്റ് ആവും. സാധനം വേണ്ടവർ പറഞ്ഞാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. പിന്നെ ഇതേ നാട്ടുകാർ യൂട്യൂബ് ചലിക്കുന്ന വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് ചലിക്കുന്ന സാധനം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ ചെക്കന്മാരുടെ നോർത്തോ അവർ കിട്ടുന്നതിന് വില കുറഞ്ഞ ഞാൻ തരാം കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 2800 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഡെലിവറി അടക്കം ചെയ്ത് തന്നേക്കാം ഈ സാധനം കേട്ടോ. യൂട്യൂബൊക്കെ ചലിക്കുന്ന സൈറ്റാണ് കേട്ടോ. വേണേൽ പറയണേ. ഈ സാധനം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഗെയിമിങ്ങിൻ്റെ ഉള്ളത്. 5000 രൂപ അടുത്ത് ഓൺലൈൻ കിടക്കുന്ന സാധനം നമ്മൾ കൊടുക്കുന്ന 3800 രൂപ, 3799 രൂപ കേട്ടോ. പിന്നെ ഇതിൻ്റെ കുറഞ്ഞ വേണമെങ്കിൽ R36 ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇതുപോലത്തെ സാധനമൊക്കെ ആണെങ്കിൽ അതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൂടിയ സാധനമാണ്. ഏകദേശം നല്ല റേറ്റ് വരുന്ന സാധനം. ഇതിനൊക്കെ റേറ്റ് അറിയേണ്ട സെപ്പറേറ്റ് മെസ്സേജ് അയച്ചാൽ കേട്ടോ. ഞാൻ പറഞ്ഞ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളിതേ ചെക്ക് ചെയ്യും കേട്ടോ. ഇവിടെ നിന്ന് ചെക്ക് ചെയ്തെടുത്ത് സാധനം എടുക്കുള്ളൂ കേട്ടോ. ആണോ ഓൺ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് സാധനം എടുക്കുള്ളൂ. അടുത്ത സാധനം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ എടുക്കാവുള്ളൂ. ഇതെല്ലാം എടുക്കാവുള്ളതാണ് കണ്ടോ. ഇതെല്ലാം നമ്മുടെ കസ്റ്റമർ വേണ്ടി എടുത്തോണ്ട്. നിങ്ങൾക്ക് എവിടെ നാട്ടിൽ ചെന്ന് നിങ്ങൾ എത്ര രൂപയ്ക്ക് തിരക്കി എത്ര എന്താ പറഞ്ഞത് മിക്കിട്ട് ചിരക്കിയാൽ ഈ റേറ്റിന് കിട്ടില്ല കണ്ടോ. എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് ചാർജിങ് നോക്കിയിട്ട് നമ്മൾ എടുക്കുള്ളേ. ഇതുണ്ടോ എല്ലാ ഗെയിമും നമുക്കിതകത്ത് കിട്ടും കേട്ടോ.
എല്ലാ ഗെയിമും നമുക്ക് എത്താം. ICT ഫിഫ അടക്കം എല്ലാ ഗെയിമും കേട്ടോ. പിന്നെ പണ്ടത്തെ റെട്രോ ഗെയിമും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. വേണമെങ്കിൽ പറഞ്ഞോ. നമ്മുടെ അടുത്ത് ഈ അൾട്രയ്ക്ക് വരുന്നത് 3799 രൂപ കേട്ടോ. എന്താ PSP ഗെയിം വരെ അത് ചലിക്കുന്ന കേട്ടോ. ഈ ചാർജിങ് ഇരിക്കാതെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കയറി ഇറങ്ങി മടുത്ത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് സാധനം വേണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ തപ്പാൻ വേണ്ടി പറയരുത്. ഞാൻ കയറി പല കടയിലും കയറി ഇറങ്ങി തപ്പി സാധനം കണ്ടുപിടിച്ച് നിങ്ങളുടെ റേറ്റ് പറയുമ്പോൾ നിങ്ങൾ വേണ്ടാന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. റേറ്റ് കൂടുതലാണ്, നാട്ടിലെക്കാളും റേറ്റ് കൂടുതലാണ്. ഓക്കെ, സംഭവം നാട്ടിലെക്കാളും റേറ്റ് കുറവ്. നിങ്ങൾക്ക് സാധനം വേണ്ടാന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഈ 3-4 കടകളെ തേടി ഇറങ്ങി സാധനം തേടി പിടിച്ച് നിങ്ങളെ വീഡിയോ കോൾ ഇത് അയച്ചു കഴിയുമ്പോൾ നിങ്ങൾ വേണ്ടാന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഭയങ്കര മോശമായിട്ടുള്ള കാര്യം. ദയവ് ഇതങ്ങനെ ചെയ്യരുത്.